എല്ലാവർക്കും പ്രിയ കുക്കിംഗ് സ്വാഗതം. നമുക്കിന്ന് കേക്കിൻ്റെ പ്രീമിക്സ് ഉണ്ടാക്കാം കേട്ടോ. അതുകൊണ്ട് നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുന്നേ എല്ലാത്തിനും മുന്നേ പറയാനുള്ളത്, ഈ ഒരു റെസിപ്പി നമുക്ക് റിക്വസ്റ്റ് ചെയ്തത് വിജിത എന്ന് പറഞ്ഞ പേരുള്ള വിനിയാണ് നമുക്ക് ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു കേക്കിൻ്റെ പ്രീമിക്സ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വിനിക്ക് അങ്ങോട്ട് തിരിച്ചൊരു താങ്ക് യു പറയാണ്. കാരണം വിനി കാരണമാണ് നമുക്ക് ഈ ഒരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കാനും വീഡിയോ ഇടാനും പറ്റി. അതുപോലെ തന്നെ ശ്രീജയ്ക്കും ഒരു നന്ദി പറയാണ്. ശ്രീജ കാരണം കഴിഞ്ഞ് നമ്മൾ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇടുകയും ശ്രീജയ്ക്കും ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യണം, രണ്ടാളും ട്രൈ ചെയ്യും. രണ്ടാൾക്കും താങ്ക് യു പറയാണ്. ഇതുപോലെ നിങ്ങളാണ് നമ്മുടെ പ്രചോദനം. നമുക്ക് കമൻസൊക്കെ അയക്കുക, നിങ്ങളുടെ സജഷൻസ് അയക്കുക, ഉണ്ടാക്കുക. അതൊക്കെ പറയുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ്നെസ്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു നല്ല റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ പാനിലും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രീമിക്സ് നമുക്ക് കപ്പിലും ഉണ്ടാക്കാം. കപ്പിൽ മഗ് കേക്കൊക്കെ പോലെ നമുക്ക് കോരി അപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്ന രീതിയിൽ എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ പ്രീമിക്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ആ മിക്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കുക പെട്ടെന്ന് എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ പാനിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് തന്നെ ജോലിയുള്ള അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് വന്നാൽ അവർക്ക് തനിയെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രീമിക്സ് റെഡിയാക്കുന്നത്. അതെങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആട്ടമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് ആട്ടമാവാണ്. കറക്റ്റായിട്ട് വടിച്ചിട്ട് ഇതുപോലെ അളവെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ആ കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് അളന്നിട്ടൊന്ന് മാറ്റുക. ആ 1 ടേബിൾ സ്പൂൺ ആട്ടമാവിന് പകരം നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. ഇതേ അളവിൽ തന്നെ ഉണ്ടാക്കണം. കോൺഫ്ലോർ എന്തായാലും ചേർക്കണം. അത് നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ കേക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ എടുത്ത് മാറ്റിയ അളവിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ 1 കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര നമ്മൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പൊടിച്ചിട്ടെടുക്കാം. പൊടിച്ച അളവ് ഞാൻ പറയണില്ല, കാരണം പൊടിച്ച് വരുമ്പോൾ 1 കപ്പും അല്ല, എന്നാൽ 1/4 കപ്പും അല്ല, അതിൻ്റെ ഇടയിലുള്ളൊരു അളവാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ആ പൊടിച്ച കപ്പിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതേപോലെ തന്നെ നേരത്തെ ആട്ടമാവ് മാറ്റിയ പോലെ തന്നെ മാറ്റാം. ഇതിന് പകരം നമ്മൾ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചേർക്കുന്ന പാൽപ്പൊടിക്ക് നല്ല മധുരമുള്ള പാൽപ്പൊടിയാണ്. അതുകൊണ്ടാണ് അത്രയും പഞ്ചസാര മാറ്റിയത്. നമ്മൾ അതിന് പകരം ഈ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്തിട്ട് അങ്ങനെ ആ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ, ഇത് മധുരമില്ലാത്ത കൊക്കോ പൗഡറാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തെടുക്കാം. 1 നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അതിന് തന്നെ നമുക്ക് ഈ കയ്യിലുകൊണ്ട് നമ്മളൊരു ഏതെങ്കിലും സ്പാറ്റിലുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് എത്രയും മാക്സിമം നന്നായി മിക്സാക്കാൻ പറ്റുന്നോ അത്രയും മിക്സാക്കുക. അതിന് ശേഷം നമുക്കിത് ഒരു വട്ടം ഒന്ന് അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ച് വേറെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എടുക്കുന്ന ബൗളിലൊന്നും വെള്ളമൊന്നും ഉണ്ടാവരുതിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളുകൾ ക്ലീൻ ആയിട്ടുള്ളത് എടുക്കുക. അതിലേക്കൂടെ അരിച്ചിട്ട് ഇതുപോലെ ഇടുക. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല ഫൈനായിട്ട് അത് മിക്സായി വന്നോളും. അതുകൊണ്ടാണ് 2 വട്ടം 1-2 വട്ടം അരിപ്പയിൽ തന്നെ അരിച്ചാലും മതി. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ആദ്യം കയ്യിലുകൊണ്ട് നന്നായിട്ട് മാക്സിമം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ 1 വട്ടം അപ്പോൾ അരിപ്പയിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രീമിക്സ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ പ്രീമിക്സ്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. 1 മാസം വരെയൊക്കെ വെച്ചാൽ മതി. നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നത് കൊണ്ട് പാൽപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണം എന്നില്ല. ആ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റണ്ട. അതേ അളവിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ഇട്ടാൽ മതി. ഇനി ഇത് നമുക്ക് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ മൂടി വെക്കാം. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് പാനിൽ ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ പാനിൽ ഉണ്ടാക്കാം. പനിയാര പാനില്ലേ അതിലുണ്ടാക്കാം. പിന്നെ മഗ് ഉണ്ടെങ്കിൽ ഓവനിലും ഒക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് മഗ് ഉണ്ട്. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഗ് എടുക്കാം, സെറാമിക്കിൻ്റെ ഒക്കെ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പേപ്പർ കപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതുപോലെ 1/4 കപ്പ് ആദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു മഗ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം മഗ്ഗിൽ ഒരാൾക്കുള്ള ഒരു അളവാണ് കാണിക്കുന്നത്. 1/4 കപ്പ് നമ്മുടെ പ്രീമിക്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഉരുക്കിയതോ ഏതെങ്കിലും 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചത്. പിന്നെ 1/4 കപ്പ് തന്നെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഫോർക്ക് കൊണ്ടാകുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ കട്ടയൊന്നും കെട്ടാതെ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫോർക്ക് കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത്രയും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചോക്കോ ചിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു
2 ടേബിൾ സ്പൂൺ ചോക്കോ ചിപ്പ് ഇട്ടിട്ട്, ഇത് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ്. അപ്പോൾ അത് നമ്മൾ നന്നായി ഇളക്കി ഇതിലേക്ക് അലിയുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ചോക്ലേറ്റി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കപ്പ് കേക്കിന്. പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെയുള്ളൂ കേട്ടോ, വളരെ കുറച്ച് ചെറുനാരങ്ങ നീര് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒന്ന് ഇളക്കി മിക്സാക്കുക. ഓവനാണെങ്കിൽ ഓവനിൽ വെക്കുക, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ കപ്പിലൊക്കെ ഉണ്ടാക്കണത്, അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അലുമിനിയം പാനിലാണ് ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നോൺ സ്റ്റിക്കിൻ്റെ നമ്മുടെ പനിയാരച്ചട്ടിയിൽ ഉണ്ടാക്കണത് കാണിച്ചു തരാം. ആദ്യം നമുക്കൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ചോക്ലേറ്റ് ചിപ്പ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഡയറി മിൽക്ക് ബബ്ലിയാണ് കേട്ടോ, അത് കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് 1-2 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ട്രേയിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ വേറൊരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒന്നിച്ച് തന്നെ വെച്ച് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. കാരണം പനിയാരച്ചട്ടിയിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ അത് തികയില്ല. അപ്പോൾ എന്തായാലും ഒന്നിച്ച് തന്നെ 2 ഗ്ലാസ്സിലാക്കി അത് മുഴുവനായിട്ട് ഇതിലേക്ക് തന്നെ വെച്ച് കൊടുത്തു. ഇനി അത് മിക്സ് ആക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം അതിൽ പനിയാരച്ചട്ടിയിലേക്ക് നമുക്ക് 1/2 കപ്പ് വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇരട്ടി എടുത്താൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. അത് ഇത് നമുക്ക് വേവുന്ന നേരം കൊണ്ട് പനിയാരച്ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിയും. അതാണ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുക. ഇതൊരു 25 മിനിറ്റൊക്കെ നമുക്ക് വേവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതാ നമുക്ക് പനിയാരച്ചട്ടിയിൽ അത് ഉണ്ടാക്കാനായിട്ട് മുന്നേ തന്നെ ഉണ്ടാക്കാം, കാണിച്ചു തരാം. ഈ ഒരു പനിയാരച്ചട്ടിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ ഈ വീഡിയോയിൽ കാണാം താഴെ, അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും, മേടിക്കേണ്ടവർക്ക് മേടിക്കാം. ഇതാ നമ്മൾ പനിയാരച്ചട്ടിയിലേക്ക് അതിൻ്റെ തന്നെ ഇരട്ടി അളവ് 1/2 കപ്പ് പ്രീമിക്സ് എടുത്തിട്ട് എല്ലാം ഇരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ ഇരട്ടിയായിട്ട് തന്നെ എടുത്തിട്ട് മിക്സാക്കി എസൻസും ചെറുനാരങ്ങ നീരൊക്കെ നേരത്തെ ഇരട്ടി 1/4 കപ്പിൻ്റെ ഇരട്ടി നമ്മൾ എടുത്തിട്ട് ഇതുപോലെ മിക്സാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. 1/4 ഭാഗം ഓരോ കുഴിയിൽ ഒഴിച്ചിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ അത് വെന്ത് കിട്ടും. എന്നിട്ട് തിരിച്ചിടണം കേട്ടോ, അത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടിട്ടും ഒന്ന് വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് ഇത് ഇവിടെ ഒട്ടി പിടിച്ചെന്ന് തോന്നും, പക്ഷേ തീരെ ഒട്ടി പിടിക്കില്ല. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മറയ്ക്കാൻ തന്നെ പേടിയാവും. അതുപോലെ അത്രയും നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പങ്ങളായിട്ട് നമുക്ക് അപ്പമല്ല കേക്കായിട്ട് നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഈ പനിയാരച്ചട്ടിയിൽ ഉണ്ടാക്കാതിരിക്കും കുറച്ചും കൂടി നല്ലത്, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും, പിന്നെ നല്ല ഭംഗിയിൽ കിട്ടും ചെയ്യും. നല്ല ഭംഗിയുള്ള നൈസായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞിയപ്പങ്ങളായിട്ട് കിട്ടും. മറ്റേത് നല്ലത് തന്നെ കോരി കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം എമൗണ്ടിൽ അങ്ങനെ കോരി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റാണ് നമ്മുടെ റെസിപ്പിന്ന്. ഇതാ ബേക്ക് ചെയ്താ അങ്ങനെ ഇത് വിണ്ടത് അല്ല കേട്ടോ, വിണ്ടത് നമ്മളിട്ട ചോക്ലേറ്റാണ് ആയിരിക്കണത് കേട്ടോ. മുകളിൽ 2 പീസ് കാണുന്നത് ചോക്ലേറ്റ് ഇടാത്തത് ഇതാണ്, ഇങ്ങനെയായിരിക്കും അതിൻ്റെ വരിക കാണാനായിട്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ടെക്സ്ചർ നല്ല മോയിസ്റ്റ് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് ഇതും. കപ്പ് കേക്കോ മഗ് കേക്കോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല റെസിപ്പിയാണ് അല്ലേ, നമുക്ക് രണ്ടും നല്ല റെസിപ്പീസാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് റെസിപ്പീസ് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതാ നമ്മുടെ ചോക്ലേറ്റ് ഇട്ടത്, ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ചോക്ലേറ്റ് ആണ് കേട്ടോ. അത് കണ്ട ചോക്ലേറ്റ് ഉരുകി ഇങ്ങനെ ഇരിക്കണതാണ്. അപ്പോൾ നല്ല ടെക്സ്ചറുള്ള ഈ ഒരു നല്ല കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും വെക്കുക. അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ്. നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.